നിങ്ങൾക്ക് ഈ ടാമ്പർ പ്രൂഫിംഗ് എന്താണെന്നറിയോ? നിങ്ങളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തു. ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡ് ആവാം, ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നു ഒരു പ്രൊഡക്റ്റ് ആയിട്ട്. ആ പ്രൊഡക്റ്റ് നിങ്ങളൊരു ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദ കസ്റ്റമർ വാങ്ങിച്ച് അവരുടെ കയ്യിൽ എത്തുന്നതിനിടയിൽ ഇഫ് സംബഡി എൽസ് ഓപ്പൺസ് ദിസ് ബോട്ടിൽ, അല്ലെങ്കിൽ ഈ ഒരു കണ്ടെയ്നർ ആരെങ്കിലും തുറന്ന് അതിനകത്തൊരു മായം ചേർക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കൃത്രിമം കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനത് പേഴ്സണലി കണ്ട് അനുഭവിച്ച് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയൊരു കേസാണ്. ഒരാൾ വളരെ കഷ്ടപ്പെട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് അവരുടെ ഒരു കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ഒരു വലിയ കോമ്പറ്റീറ്റർ ഇവർക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി അവരുടെ പ്രൊഡക്റ്റിൽ മായം ചേർത്ത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തുന്നതിനിടയിൽ ഇതിൽ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് കയറി വരാൻ വേണ്ടി ചെയ്തതായി എനിക്ക് വളരെ പേഴ്സണലി അറിയാം. ആൻഡ് ബീയിങ് എ ഫൗണ്ടർ ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഓണർ ഓഫ് ദ കമ്പനി ഇത് നിങ്ങളുടെ മാത്രം ഡ്യൂട്ടിയാണ് ടു മേക്ക് ഷുവർ ദാറ്റ് ഈ പ്രൊഡക്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് പോയി നിങ്ങളുടെ കസ്റ്റമറിൽ എത്തുന്നതിനിടയിൽ ആരെങ്കിലും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കസ്റ്റമർക്ക് മനസ്സിലാവണം. സോ ഇറ്റ് ഷുഡ് ബി വെൽ കമ്മ്യൂണിക്കേറ്റഡ്. നിങ്ങളുടെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിരിക്കണം. കാരണം നിങ്ങളുടെ ആ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ടാമ്പർ പ്രൂഫിംഗ് അതിനകത്തുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് നിങ്ങളുടെ മാത്രം കടമയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇപ്പോൾ തന്നെ താഴെ കമൻറ്റ് ചെയ്തോളൂ.